ശ്രീ ബി എൻ ഹസ്കർ, ഓസ്ട്രേലിയ, ഇറ്റലി, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി സഹകരിച്ച് IIT തയ്യാറാക്കിയ പഠന റിപ്പോർട്ടാണ്. അതാകട്ടെ 2018-19 പ്രകൃതി ദുരന്തങ്ങൾക്ക്, ഉരുൾപൊട്ടലുകൾക്ക് പിന്നാലെ പഠന വിധേയമാക്കി തയ്യാറാക്കിയതാണ്. അതായത് വലിയ ദുരന്തങ്ങൾക്ക് അധിക പ്രായമാകും മുമ്പേ കിട്ടിയ പഠനക്കുറിപ്പ് പോലും പരിഗണിക്കാത്തവർ ചെയ്യുന്നത് എന്താണ്? ഇതില് മുന്നറിയിപ്പുകൾ അവഗണിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ഏറ്റവും പരമപ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായും വലിയൊരു ദുരന്ത മുഖത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം നേരിടുന്ന ഒരു 2 ഗ്രാമങ്ങൾ ഒലിച്ചു പോയിരിക്കുന്നു. അവിടുത്തെ ജീവനുകൾ പോലും തിരിച്ചു പിടിക്കാനാവാതെ, ആ മൃതദേഹങ്ങൾ പോലും കണ്ടെത്താനാവാതെ നാം വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോ മുന്നറിയിപ്പുകൾ അവഗണിച്ചു എന്ന അർത്ഥത്തിലും പഠന റിപ്പോർട്ടുകൾ അവഗണിച്ചു. IIT പോലുള്ളൊരു മികച്ച സ്ഥാപനം, ഇന്ത്യയിലെ മികച്ച സ്ഥാപനം, ലോകത്താകമാനമുള്ള മികച്ച രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച സ്ഥാപനങ്ങളുടെ പഠനവുമായി ചേർന്ന് നടത്തിയിട്ടുള്ള സഹകരിച്ച് നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട്, ഇതുപോലെ ധാരാളം റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊന്നും ഒരു റിപ്പോർട്ട് മാത്രമല്ല. ഈ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ചും പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ചും നമുക്ക് മുന്നിൽ ധാരാളം റിപ്പോർട്ടുകൾ. അതിൽ ഞാൻ ഷാജിൻസ്കറിയെ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ മനുഷ്യന്റെ മനോഭാവത്തിന്റെ പ്രശ്നം കൂടിയാണ്. നമുക്കറിയാം, സുനാമി നടക്കുമ്പോൾ അതൊരു മുന്നറിയിപ്പ് നമുക്കുണ്ടായിരുന്നു. പക്ഷെ സുനാമി നടക്കുന്ന ഘട്ടത്തിൽ സുനാമി കടലിന്റെ ഏറ്റം കാണുന്നതിനു വേണ്ടി ധാരാളം ആളുകൾ കടൽക്കരയിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അപ്പോൾ അവർ കൂടി അപകടത്തിലായ പല അനുഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ നമ്മുടെ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവമാണ്. നമുക്കൊരിക്കലും പലായനം ചെയ്തു പോകാൻ ആഗ്രഹമില്ലാത്ത, അല്ലെങ്കിൽ പറിച്ചു നടാൻ ആഗ്രഹമില്ലാത്ത ആളുകളാണ് നാം. എവിടെ ജനിച്ചോ, എവിടെ ജീവിച്ചോ, ആ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ജീവിച്ചു മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ഓരോ സഹജ സ്വഭാവത്തിന്റെ കൂടി പരിഗണനകളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നാം ജനിച്ചു വളർന്ന ഭൂപ്രദേശം വിട്ട് മറ്റൊരിടത്തേക്ക് പറിച്ചു നിടുമ്പോൾ ഹസ്കർ, വലിയൊരു അപകടം വരാനിരിക്കുന്നു, നിങ്ങൾ ഒഴിഞ്ഞു പോണം എന്നൊരാവശ്യം ഉന്നയിച്ചാൽ അത് പൊതുജനം കേൾക്കുന്നില്ലെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റാനുള്ളൊരു സംവിധാനം പോലും നമുക്കില്ലേ? അല്ല, നിശ്ചയമായി നമുക്ക് അങ്ങനൊരു സംവിധാനം ഇല്ല കൃഷ്ണരാജ്. അങ്ങനൊരു സംവിധാനത്തെ ഒരു പ്രദേശത്തെ ജനങ്ങളെ മൊത്തം ഒഴിപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഇല്ല. നമുക്കറിയാലോ, നേരത്തെ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് നാം ഇപ്പോഴും ഭീതിയോടെ കൂടി കാണുന്നു. ജനങ്ങൾ അത് അനുസരിക്കില്ലെങ്കിൽ പിന്നെ പഠനങ്ങൾ എന്തിനാണ്, മുന്നറിയിപ്പുകൾ എന്തിനാണ്? ഈ പഠനങ്ങളുടെയൊക്കെ ഒരു വസ്തുതകളിലേക്ക് കൂടി നാം പോകണം. പഠനങ്ങൾ ഇതിനെ സംബന്ധിച്ച് നാം ഇപ്പോൾ ഒരു ദുരന്ത മുഖത്തിരുന്നു കൊണ്ട് കഴിഞ്ഞു പോയ 4 കൊല്ലങ്ങൾക്ക് മുമ്പ് IIT നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടിൽ വയനാടിൽ ഇങ്ങനെ ഉണ്ടാകും എന്ന് കരുതിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇത് എല്ലാ സംസ്ഥാനത്തുണ്ട്. ഉത്തരാഖണ്ഡ് നമുക്കറിയാം, പലപ്പോഴും ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ആ ഉത്തരാഖണ്ഡിൽ ഇതിനേക്കാൾ പഠനങ്ങളുണ്ട്. ഹിമാലയത്തെ സംബന്ധിച്ച് നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടുള്ള പഠനങ്ങളുണ്ട്. പക്ഷെ അവിടുത്തെ ജനങ്ങളെ നമുക്ക് ഒഴിപ്പിച്ചു മാറ്റി ഏതെങ്കിലും ഭൂതലത്തിലേക്ക് മാറ്റി നടാൻ കഴിയും എന്ന് കരുതുന്നത് എത്രത്തോളം മടിയാണ്. ഇപ്പോ വയനാട്, ഇപ്പോ മേപ്പാടിയിലെയും മറ്റും ജനങ്ങളെ നമുക്ക് അങ്ങനെ ഒഴിപ്പിച്ചു നിർത്താൻ കഴിയും. വയനാടിന്റെ പശ്ചിമഘട്ടത്തിൽ മാധവ് ഗാഡ്ഗിൽ പറയുന്നത് പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പരിശോധനയിൽ നാം മനസ്സിലാക്കുന്നത് എന്താ, പശ്ചിമഘട്ട മലനിരകളിൽ ആകമാനം ഉരുൾപൊട്ടൽ സാധ്യതകളുണ്ട്. അവിടെ അനധികൃത നിർമ്മാണം, മനുഷ്യന്റെ ആർത്തിയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ബി എൻ ഹസ്കർ, അങ്ങയോട് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിന് ഒരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ട ഹസ്കർജി, അങ്ങയുടെ ചാനൽ ചർച്ചകളൊക്കെ ഞാൻ ധാരാളം കാണുകയും നിരീക്ഷിക്കുകയും ചെയ്യുകയാണ്. താങ്കൾ വളരെ യുക്തിസഹമായി പലപ്പോഴും മറുപടി പറയുന്ന ആളാണ്. പക്ഷേ ഇതിൽ താങ്കൾക്കൊരു ചെറിയ അബദ്ധം പറ്റി. ഒഡീഷയിൽ 10,000-കണക്കിന് ആളുകളെയാണ് ഇപ്പോൾ ഓരോ വർഷവും അവർ മാറ്റുന്നത്. 10,000-കണക്കിന് ആളുകളാണ്. അവർ മാറാതെയൊക്കെ നിന്ന സമൂഹം തന്നെയാണ്. ഞാൻ ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. ലെറ്റ് മീ കംപ്ലീറ്റ് ഫസ്റ്റ് സാർ. എന്തുകൊണ്ടാണ് ജനങ്ങൾ മാറാത്തത്? അതുപോലെ കസ്തൂരി രംഗം പറഞ്ഞതുപോലെ, ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ പശ്ചിമഘട്ട മലനിരകളാകെ ഒരു ദിവസം ഉരുൾപൊട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. ഉരുൾപൊട്ടൽ വയനാട് ജില്ലയിലെ ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഉരുൾപൊട്ടുമെന്നും ആളുകളെ മാറ്റണമെന്നും തലേ ദിവസം വിവരം കിട്ടിയിട്ടുണ്ട്. അതിന് ചില പ്രവർത്തനങ്ങൾ അവർ നടത്തുകയും ചെയ്തു. നടത്തില്ല എന്ന് പറയരുത്. പക്ഷേ അത് കൃത്യമായി നമുക്ക് ബാക്കി സമ്പൂർണ്ണമായി നടത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. സമ്പൂർണ്ണമായി നടത്തിയെടുക്കാൻ കഴിയാത്തത്
ആളുകളെ നേരത്തെ ശ്രീ സാജൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഹോട്ടലുകളിൽ നമ്മുടെ സ്കൂളുകളിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നതും അസൗകര്യങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനങ്ങളെ ആകെ താൽക്കാലികമായി 1-2 ദിവസം 2-3 ദിവസം ഇങ്ങനെ ദുരന്തം സീരിയസ് ആയി വരുന്ന 2-3 ദിവസം മാറ്റി പാർപ്പിച്ചാണ് ലോകത്ത് മുഴുവൻ എല്ലാ രാജ്യങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും, ജപ്പാനിലെ ഭൂകമ്പബാധിത പ്രദേശങ്ങളിൽ, ഒഡീഷയുടെ പ്രശ്നങ്ങളിൽ, എല്ലാ രാജ്യങ്ങളിലും ദുരന്ത പരിപാലനം നടത്തുന്നത്. വേറൊരു മാർഗമില്ല നമ്മുടെ മുന്നിൽ. ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ദുരന്തം വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് താമസിക്കുന്നവർ ദുരന്തം വരുമെന്നൊരു മുന്നറിയിപ്പ് എവിടെന്നെങ്കിലും കിട്ടിയാൽ മാറിയേ കഴിയൂ, മാറാതിരിക്കാൻ പറ്റില്ല. അതിന് ദുരന്ത നിവാരണ ആക്റ്റിൽ പോലീസിൻ്റെ മുറ പോലും പ്രയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഇവിടെ പ്രയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, പ്രയോഗിക്കാം. അത്ര വലിയ സാധ്യതകൾ കൊടുക്കുന്ന നിയമവും വലിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും വലിയ സന്നാഹങ്ങളുമുള്ള വിപുലമായ ഒരു നിയമവും ഒരു സംവിധാനമൊക്കെ നമ്മുടെ രാജ്യത്തും സംവിധാനത്തിലുമുണ്ട്. തീർച്ചയായും നമ്മൾ ഭാവിയിലെങ്കിലും, ഇപ്പോൾ പോട്ടെ, നിങ്ങൾ പറഞ്ഞു ദുരന്തമുഖത്താണ് നിൽക്കുന്നത്, കൃത്യമായി ജനങ്ങളെ മാറ്റിയേ കഴിയൂ. വേറൊരു മാർഗമില്ല മുന്നിൽ. ഹോട്ട്സ്പോട്ടുകളിൽ താമസിക്കുന്ന ആളുകളെ ദുരന്തങ്ങൾ വരുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയാൽ, അതാരുടെ ഭാഗത്തുനിന്ന് കിട്ടിയാലും അവരെ മാറ്റിയേ കഴിയൂ, അവർ മാറിയേ കഴിയൂ. അതുകൊണ്ട് ദയവായി ഇങ്ങനെ ചർച്ചയെ ലഘൂകരിക്കരുത്. അല്ല അഭിപ്രായം. സാർ, അങ്ങ് പറഞ്ഞ അഭിപ്രായത്തെ 100% ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. അങ്ങ് പറഞ്ഞതിനോടൊപ്പം തന്നെ ചേരാനും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പരിമിതിയെ കുറിച്ച് പറയാം. നമുക്കിപ്പോൾ കേരളത്തിൽ 500 കുടുംബങ്ങളെ ഒരുമിച്ച് വയനാട്ടിൽ നിന്ന് മാറ്റി വയനാട്ടിലെ മറ്റൊരു സ്ഥലത്തേക്ക് ഒരാഴ്ച നേരത്തേക്ക് 500 വാടക വീടെടുക്കുക എന്നുള്ളത് വളരെ അപര്യാപ്തവും അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. മാത്രമല്ല, വയനാടിന്റെ വിവിധ മേഖലയിൽ ഹോട്ട്സ്പോട്ടിൽ നിന്ന് മാറ്റുന്ന, ഇപ്പൊ നമുക്കറിയാം, ഏത് ജില്ലയിൽ പ്രളയമുണ്ടായാലും മറ്റു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും അവരെ പുനരധിവസിപ്പിക്കാൻ നമുക്ക് സർക്കാരിന്റെ കയ്യിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്ന് പറയുന്നത് സ്കൂളുകളോ അല്ലെങ്കിൽ സ്വകാര്യമായ വ്യക്തികളിൽ നിന്നെടുക്കുന്ന ദേവാലയങ്ങളിലൊക്കെ തന്നെ താമസിപ്പിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും അവർക്ക് ആവശ്യമുള്ള സംരക്ഷണം നൽകുന്നുള്ള പരിമിതി. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞോട്ടെ ചർച്ചയിൽ. ഹസ്കർജി ഒന്ന് ഇടപെട്ടെ, ഒരു സെക്കൻഡ് ഇടപെട്ടെ, ഒരു സെക്കൻഡ്. UK ഒരിക്കലൊരു ദുരന്തമുണ്ടായപ്പോൾ അവിടുത്തെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻകാരോട് ഗവൺമെൻറ് ഒരു റിക്വസ്റ്റ് നടത്തുകയും അവിടെ ആളുകളെ സൗജന്യമായി ആ ഹോട്ടലുകളിൽ താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോർ യുവർ ഇൻഫർമേഷൻ. ഓക്കെ, കണ്ടിന്യൂ. മറ്റൊന്നുകൂടി പറയാം. ദുരന്തം കഴിഞ്ഞ ശേഷം എത്രയെത്ര പേരാണ് വീട് വെച്ച് കൊടുക്കാം, സ്ഥലം നൽകാം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര വാഗ്ദാനങ്ങളാണ് അവിടേക്ക് വന്നു ചേരുന്നത്. ഒരു ദുരന്തമുണ്ടാകാനിരിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ എന്തിനാണ് സാർ? നമ്മളെപ്പോഴും മനുഷ്യന്റെ ഒരു സഹജമായ സ്വഭാവം കൂടിയാണത്. നമ്മളെപ്പോഴും ദുരന്തത്തെ അഭിമുഖീകരിക്കുകയും അതിന്റെ പ്രവചനത്തിൽ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിചിത്ര മനഃശാസ്ത്രമുള്ള മനുഷ്യരാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയുന്നത് അമ്മയെ, അച്ഛനെ, മക്കളെ, സഹോദരങ്ങളെ, സ്വത്ത് വകകൾ, സ്വർണം, പണം എല്ലാം നഷ്ടപ്പെട്ട് പൊട്ടിക്കരഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന മനുഷ്യർ, അവിടെ ചിലരുണ്ടല്ലോ, ഒറ്റപ്പെട്ടു പോയവർ, അവരൊക്കെയും ഇരന്നു വാങ്ങിയതാണെന്നാണോ? അങ്ങനെയല്ല. നമുക്ക് അവരെ മാത്രം അങ്ങനെ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അത് വിട്ടുപോകുന്നതിന് ഒരു തരത്തിലും മനോഭാവമില്ല. പക്ഷെ നമുക്ക് വിശാലമായ നിയമങ്ങളുണ്ട്. ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അടക്കമുള്ള വിശാലമായ നിയമങ്ങൾ, അത് ഉപയോഗിക്കുന്നതിനുള്ള അധികാരം ഒക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും ഏതെങ്കിലും തരത്തിൽ ഒരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പുകളെ സംബന്ധിച്ച് നമുക്കറിയാം. ഇപ്പൊ ഉദാഹരണത്തിന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മഴ മുന്നറിയിപ്പുകളെ സംബന്ധിച്ച് നമുക്കറിയാം. അങ്ങനെ മഴ മുന്നറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും തൊട്ടടുത്ത ദിവസം കടുത്ത വെയിലാണ് നാം അനുഭവിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ പരിഹാസ്യമാവുന്ന, അങ്ങനെയൊക്കെ കാണണോ സാർ? വയനാട് പോലെ അതിലോലമായ ഒരു പ്രദേശത്ത് തുടരെ മഴ പെയ്താൽ അവിടുത്തെ ദുർബലമായ ഭൂപ്രകൃതിയിൽ എന്തും സംഭവിക്കാമെന്നിരിക്കെ അവിടുത്തെ ജനങ്ങളെ മാറ്റേണ്ടത് ഒരു സർക്കാരിന്റെ കടമയാണ്. അവർ മാറിപ്പോയില്ലെങ്കിൽ മാറ്റണം സാർ. ഈ കുറച്ചുപേരെങ്ങനെയാണ് മാറിപ്പോയത്?
അല്ല, നമുക്ക് എപ്പോഴും ഇത്തരം പഴി പറയുന്നതിനാണ് അതും മറ്റൊരു തരത്തിൽ മനുഷ്യന്റെ ഒരു ഇത് പഴി കൗതുക പറയുന്നതൊന്നുമല്ല, ഇനിയെങ്കിലും മാറണമെന്ന ആഗ്രഹം കൊണ്ട് മനുഷ്യത്വം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് എല്ലാവരും. അങ്ങനെയല്ല, നമുക്ക് ഈ പഴി പറച്ചിലിന്റെ കൂടി അവസരം ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം സർക്കാരിനെതിരെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി സർക്കാരിന് വീഴ്ച പറ്റി എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം. ഇതൊരു റിപ്പോർട്ടാണ്, അത് കൃത്യമായ റിപ്പോർട്ടാണ്. ഐസൻ, നമ്മൾ ഈ സർക്കാരിനെ പഴിയേൽപ്പിക്കാൻ വേണ്ടി പടച്ചുണ്ടാക്കിയ റിപ്പോർട്ടാണോ ഇത്? ഐസൻ, അത്തരത്തിൽ പറയുക ഒരിക്കലും സാധ്യമല്ല. കാരണം ഈ പഠനത്തിന് ആധികാരികമായ പഠനമാണ് നടന്നിരിക്കുന്നത്. നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ കൊറിയയിലും അതുപോലെ തന്നെ ഇറ്റലിയിലുമുള്ള വിദഗ്ധർ ഉൾപ്പെട്ട് നടന്ന ഒരു പഠനത്തിൽ അത് ആധികാരികമായി എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്, അതിനെ കൃത്യമായ ചില സാങ്കേതിക പദങ്ങൾ കൂടി ഉപയോഗിച്ച് അല്ലെങ്കിൽ ചില ഇക്വേഷൻസ് കൂടി ഉപയോഗിച്ചാണ് ഇതിൽ വളരെ കൃത്യമായി നമുക്ക് വളരെയധികം കാലങ്ങളായി നമ്മൾ E=mc² എന്നൊക്കെ പറയുന്നത് പോലെ കൃത്യമായി I=λ d⁻B എന്ന് പറയുന്ന d⁻β എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വരെ കൃത്യമായി ഈ റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വരെ കൃത്യമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ വീഴ്ചയുടെ ആഘാതം എത്ര കൊണ്ടുണ്ടാകാം എന്നുള്ളത് പോലും കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കണക്കുണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നതാണ് ഈ റിപ്പോർട്ടിൻ്റെ പ്രത്യേകത. ഇത് ഒരിക്കലും ഏതെങ്കിലും ഒരു സർക്കാരിനെ അവഹേളിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടെന്ന് നിലവിലെ സാഹചര്യത്തിൽ ഇത് വായിക്കുമ്പോൾ പറയുക സാധ്യമല്ല. പ്രത്യേകിച്ച് ഇത് IIT പോലുള്ളൊരു സ്ഥാപനം നേതൃത്വം നൽകി ലോകോത്തര യൂണിവേഴ്സിറ്റികളിലെ വിദഗ്ധർ ഉൾപ്പെട്ട് നടത്തിയ ഒരു പഠനം, ആ പഠനത്തിൻ്റെ നിയമസാധ്യതകളൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറേ സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ പറയാൻ സാധിക്കുമെങ്കിൽ കൂടി ഇത് ഏതെങ്കിലും അവഹേളനം ഇത് റിപ്പോർട്ട് കൊണ്ട് സാധ്യമാകും. അല്ലെങ്കിൽ ഇറ്റലിയിലെ വിദഗ്ധനും സോളിലെ വിദഗ്ധനും ഒന്നും ഈ സംസ്ഥാന സർക്കാരുകളെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയോ പഴി പറയേണ്ട കാര്യമുണ്ട്. പഠന റിപ്പോർട്ടുകൾ ശരിയാവാം, തെറ്റാവാം, അത് സ്വാഭാവികം. ഈ റിപ്പോർട്ട് ശരിയാണെന്നാണ് ഈ ദുരന്തം നമ്മെ പഠിപ്പിക്കുന്നത്.